വയനാട്ടിലെ കുടിയേറി പാർത്ത നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ എല്ലാം എൻ്റെ മനസ്സിനെ മതിക്കുന്ന, എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലെ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിലെ പ്രലോഭനം തോന്നുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലെ പൊലിഞ്ഞുപോയ പാവപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖം ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലെ സിറോ മലബാർ സഭ ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടേതല്ലാത്ത വിശ്വാസത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിന്റെ പേരിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ദൂരവ്യാപകമാണ്. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങള് നടവയലിൽ ആരംഭിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം കൂടുതലേ. നമ്മുടെ മനുഷ്യർ കടന്നു പോകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാൻ സർക്കാരുകളുടെ പരിശ്രമം, സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടാകണം. ഈ കുടിയേറ്റ ജനതയെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ചിന്തയുണ്ട്. കേരളത്തിലെ 2 ജില്ലകള് കുടിയേറ്റക്കാരുടെ കണ്ണുനീരും കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ്. വയനാടും ഇടുക്കിയും. തിരുവിതാംകൂറിൽ നിന്ന് മണ്ണന്വേഷിച്ച് ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വഴിമുട്ടിയപ്പോഴ് രാജാക്കന്മാരുടെ സർക്കാരുകളുടെ ഒക്കെ സഹായത്തോടുകൂടെ നാടുവിട്ട് കയറിയവരാണ് കുടിയേറ്റക്കാര്. അവര് കാട്ടുകള്ളന്മാരൊന്നുമല്ല. ഇന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ ഭാഷ്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ദുഃഖം തോന്നാറുണ്ട്. ഈ നാടിനെ പൊന്നു വിളയിക്കുന്ന മനോഹരമായ പറുദീസയാക്കി മാറ്റാൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാടുവിട്ട് കുടിയേറിയവര് അവർ ഈ നാടിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്ര വലുതാണ്. മനോഹരമായിട്ടുള്ള വയനാട് ഇന്ന് പലർക്കും കൗതുകം നൽകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് വെള്ളം കുടിക്കുന്ന ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ല കുടിയേറ്റക്കാരുടെ കണ്ണുനീര് വീണ ഭൂമിയാണത്. ഈ കണ്ണുനീര് നാടിന്റെ വളർച്ചയിൽ ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ മറക്കാൻ പാടില്ല, അത് മാറ്റി നിർത്താൻ പാടില്ല. അതുകൊണ്ട് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഭയ്ക്കുള്ള അടുപ്പവും അവരുടെ മരണത്തിലുള്ള അനുശോചനവും ഞാനിവിടെ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. ദൈവം ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. സർക്കാരുകൾ ആ കുടുംബങ്ങളുടെ ദുഃഖങ്ങളിലെ ചെയ്യാവുന്ന പരിഹാരങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കുറവ് വരാത്ത വിധത്തിലെ അവരെ സംരക്ഷിക്കാൻ, ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.